പ്രിയപ്പെട്ടവരെ, ലൈഫ് സ്റ്റൈൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ പിന്തുടരുന്നവയാണ്. ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതേക്കുറിച്ച് ഗവേഷണം നടത്തുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അനേകം പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ ജാക്ലിൻ മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടറെ സ്നേഹപൂർവ്വം ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ ഇന്ന് കണ്ടുവരുന്നൊരു രീതിയാണ് 35-40, അതായത് മിഡിൽ അഡൽട്ട്ഹുഡ്, ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിൽ. വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളെയൊക്കെ ഒന്നും ഒരു വിധം പറക്കം വിട്ടുന്ന ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞു. അവരുടെ ഒരു ലൈഫ് മാറിയാണ്. അപ്പോൾ അവർക്ക് ആ നാളുകൾ വരെ, ചിലപ്പോൾ ഒരു കല്യാണത്തിലെ ആദ്യ നിമിഷങ്ങൾ മുതൽ ഒരു 35-40 വയസ്സ് വരെയൊക്കെ വെച്ചാൽ അവർ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ടൈമാണ്. പക്ഷെ അതിനുശേഷം അവരൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്ത്രീകളിൽ കുറേ ഡിപ്രഷൻ ആവുക, അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുന്നു, അവരുടെ ആങ്സൈറ്റി ഒക്കെ കൂടുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ആ ഒരു വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണ് ജീവിതശൈലിയും അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ എന്താ പറയാനുള്ളത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഈ സ്ട്രെസ്സും അതുപോലത്തെ കാര്യങ്ങൾ ആ ഏജ് ഗ്രൂപ്പിൽ 35-45 തൊട്ട് ആ സമയത്ത് ഉണ്ടായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സമയത്താണ് പല രോഗങ്ങളും ഉണ്ടായി വരുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മൂല കാരണത്തിലേക്ക് നമുക്ക് പോകാം. സാഹചര്യങ്ങൾ ആണ് മെയിനായിട്ട്. കാരണം പല സ്ത്രീകളും വിവാഹിതരായി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പുറമേ ഒരു ജോലിക്ക് പോകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നെങ്കിൽ തന്നെ ഒന്നുകിൽ അവരുടെ സ്വന്തം സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഒരു താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട് അവരെ തന്നെ പരിമിതപ്പെടുത്തുന്നു. മനസ്സിലായോ? എങ്ങനെയൊക്കെയാണ് പരിമിതപ്പെടുത്തുന്നത്? ഇപ്പോൾ ജോലി വേണ്ടെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഒതുങ്ങുന്നു. ഒത്തിരി സോഷ്യലായിട്ടുള്ള ആളാണെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് ഫാമിലിയിൽ തന്നെ ഒതുങ്ങിയ വീടിന് വേണ്ടി എല്ലാം മാറി വെക്കുന്നു. അവർ തന്നെ ഫുള്ളായിട്ട് മാറും. അതെ, അവരുടെ പേഴ്സണാലിറ്റി ചിലപ്പം ചില ആൾക്കാരിൽ മാറിയെന്ന് വരും. നമ്മൾ ചില ക്ലയൻസിൽ നമ്മൾ കാണാറുണ്ട്, അതിനു മുമ്പ് നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, പല കാര്യങ്ങളും സോഷ്യലായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ വിവാഹത്തിന് ശേഷം അതെല്ലാം അവരെന്തായിരുന്നുവോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അവർ വേറൊരു വ്യക്തിയാകാൻ, എന്തൊക്കെയോ ആയിട്ട് പേഴ്സണാലിറ്റി അഡോപ്റ്റ് ചെയ്ത് അവരെ തന്നെ പരിമിതപ്പെടുത്തുന്നു. എന്നിട്ട് വളരെ നല്ല കാര്യമാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്ന നല്ലൊരു ബേസിസ് കൊടുക്കുന്നത് നല്ലത്. പക്ഷേ അതിനോടൊപ്പം തന്നെ സ്വയം അവർ പരിമിതപ്പെടുത്തുമ്പോൾ അവർ ഒരു സെൽഫ് സാക്രിഫിഷ്യൽ മോഡിലോട്ട് പോകുന്നു. പക്ഷേ ആ വ്യക്തികൾ അവർ ആനന്ദം കണ്ടെത്തുന്നത് പലപ്പോഴും കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളിലായിരിക്കും. ഓക്കെ, ഒരുവിധം എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന പോലെ നമുക്ക് തോന്നാം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി മാർക്ക് കിട്ടുമ്പോൾ അവർ മറ്റുള്ളവരെ വിളിച്ച് പറയും. കുട്ടികളിലൂടെ അവരെ തന്നെ സംതൃപ്തരാക്കുന്നു. കുട്ടികളെ ഡാൻസിന് വിടുന്നു, കുട്ടികളെ പാട്ടിന് വിടുന്നു. അതേസമയം അവരെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ അത് വേറൊരു വശമുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ അമ്മമാരാണ് കുഞ്ഞുങ്ങളുടെ പുറത്ത് കൂടുതൽ പ്രഷർ ചെലുത്തുന്നത്. കാരണം അവരനുഭവിച്ചത് കുഞ്ഞുങ്ങൾ അല്ല, മെയിൻലി കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം, കുഞ്ഞുങ്ങളുടെ മാർക്ക് കൂടുതൽ മേടിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കലാതിലകമാവുമെന്ന് വിചാരിച്ചോ, അത് മറ്റുള്ളവരറിയുമ്പോൾ ഞാനൊരു നല്ല അമ്മയാണ്, ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ വാലിഡേഷൻ. എനിക്ക് കിട്ടുന്ന അംഗീകാരം, കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം എനിക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് അവർ കണക്കാക്കുന്നു. ഈ അമ്മമാർ കുറച്ച് നാൾ കഴിയുമ്പം കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അതിനുശേഷം ജോലിയിലേക്ക് പോകുന്നു. ഓക്കെ, ആ സമയത്താണ് ഈ അമ്മമാർക്ക് ഒരു സെൻസ് ഓഫ് എംപ്റ്റിനെസ്, എംപ്റ്റി ഫീലിംഗ്, ഡിപ്രഷനിലേക്ക് പോകുവാനും വീട്ടിൽ കലഹങ്ങൾ വർദ്ധിക്കാനും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, ചില പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊന്നും മാറി കഴിയുമ്പോഴത്തേക്ക് അതുവരെ അവരുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി കുഞ്ഞുങ്ങളിലായിരുന്നു. അപ്പം അവർ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ അവർ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് കുറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾ. അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ സ്പൗസുമായിട്ടാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയുമായിട്ടും. പക്ഷേ ചില കുടുംബങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് ആ ബന്ധത്തിന് അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. രണ്ടു കൂട്ടരും അല്ലെങ്കിൽ ഒരാൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രത്തിൽ ഫോക്കസ് ചെയ്യുന്നു. അവരുടെ റിലേഷൻഷിപ്പ് അവിടെ പതുക്കെ തണുത്ത് ഒരവസ്ഥയിലേക്ക് എത്തും.
കുഞ്ഞുങ്ങളങ്ങ് മാറിപ്പോകുന്ന അവസരത്തിൽ അവർക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഡിപ്രഷനും ഇത്രയും വിഷയങ്ങളിലേക്ക് ആ ഒരു മിഡിൽ ഏജിന് മുമ്പുള്ള, ഇപ്പം മിഡിൽ ഏജ് എന്നൊക്കെ പറയുമ്പോൾ 15-60 ഒക്കെയാണ്. അതിന് മുൻപ് അറൗണ്ട് mid-40s early 40s ഇത്രയും ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതിനൊരു പരിഹാരം, നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും എന്തൊക്കെയാണ് പരിഹാരം എന്ന്, നമ്മളെ തന്നെ ഇല്ലാതാകേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് താല്പര്യങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവണം. ലൈക്ക് അതിനു മുമ്പ് പാട്ടും ഡാൻസും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ കണ്ടെത്തണം. അതിന് മുൻപ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ വിവാഹത്തിന് ശേഷവും ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഇപ്പം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വളരെ പൊടിയായിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് അധികം സമയം കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ അവരൊന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ ഭർത്താവ്, കുടുംബം, ഭർത്താവിൻ്റെ വീട്, എൻ്റെ വീട് എന്നൊരു ചിന്തയെക്കാട്ടും കൂടുതൽ ഞാനൊരു സാമൂഹ്യ ജീവിയാണ്, ഞാൻ എങ്ങനെ കൊണ്ട് സമൂഹത്തിനും ആവശ്യമാണ്. യെസ്, ഹൗ ഡു ഐ കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും തന്നെ നമുക്ക് ഒത്തിരി ഇങ്ങോട്ടും കിട്ടും, ഒത്തിരി എന്താ പറയുക ജെനുവിൻ ഒരു സന്തോഷം, ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ അങ്ങോട്ട് ഒരു കൈസഹായം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷമാണ്. അപ്പം നമ്മളുടെ ഒരു ലൈഫും കുഞ്ഞുങ്ങളുടെ ലൈഫിനോടൊപ്പം പാരലലായിട്ട് നമ്മൾ വളർന്നു വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വീട് വിട്ട് പോകാൻ നേരത്ത് നമുക്ക് അത്രയൊരു എംപ്റ്റി ഫീലിംഗ് കിട്ടത്തില്ല, അത്രയൊരു എലോൺ ഫീലിംഗ് കിട്ടത്തില്ല. കാരണം വി ഹാവ് നേർച്ചേർഡ് റിലേഷൻഷിപ്സ് അല്ലേ. നമ്മൾ അതുവരെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയുണ്ട്, നമുക്ക് സ്വയം ചെയ്യാനായിട്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, അയ്യോ പിള്ളേർ പോയി ഇനിയിപ്പോൾ എന്നാ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു വിഷയമാണ്. ഇത് ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം എടുക്കാം, ഇത് സ്ത്രീകളുടെ ആണ് നമ്മൾ കൂടുതൽ പറഞ്ഞെങ്കിൽ പുരുഷന്മാരും ഇപ്പം ഒരു ഹൗസ് ഹോൾഡിൽ വൈഫ് ജോലിക്ക് പോകുന്നില്ല, ഹസ്ബൻഡ് പോകുന്നെങ്കിൽ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും വർഷവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പെട്ടെന്നായിരിക്കും വൈഫ് മനസ്സിലാക്കുന്നത് ഭർത്താവ് അത്രയും സമയം എനിക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് കൂടുതലായിട്ട് വരാം. അതുപോലെ തന്നെ മറിച്ചും ഭർത്താവിന് ഒരു പക്ഷേ തോന്നാം വൈഫ് കൊച്ചുങ്ങൾ വളർന്ന സമയത്ത് ഭർത്താവിന് തോന്നിയിരിക്കാം വൈഫ് എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് കൊച്ചുങ്ങൾക്ക്. സോ ഇറ്റ് നമ്മൾ ഓർക്കണമെങ്കിൽ 2-3 കാര്യം ഇതാണ്. നമ്പർ 1, ഡോണ്ട് നിഗ്ലെക്റ്റ് യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ. നമ്പർ 2, ഡോണ്ട് നിഗ്ലെക്റ്റ് യുവർ സെൽഫ്. അപ്പോൾ നമ്മുടെ സ്പൗസുമായിട്ടുള്ള നമ്മുടെ ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള ബന്ധം കുഞ്ഞുങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ നിഗ്ലെക്റ്റ് ചെയ്യരുത്, നമ്മൾ അതിനെ ബലപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം നമ്മളെ തന്നെ, നമ്മുടെ സെൽഫ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഇൻഡിവിജ്വലാണ്, നമ്മളൊരു കപ്പിളുമാണ്, നമ്മളൊരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം, പെർസ്യൂ ചെയ്യണം. സോ ദെൻ കുട്ടികൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമായാലും നമുക്കൊരു സ്പേസ് ഉണ്ട് സമൂഹത്തിൽ, നമ്മുടെ ഫാമിലി എൻവയറൺമെൻറ്റിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മളെ പരിമിതപ്പെടുത്തരുത്. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡ്, അതായത് സ്പൗസായിട്ടുള്ള ഭാര്യയോ ഭർത്താവായിട്ട് അവർക്ക് പരസ്പരമുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൂടാതെ നമുക്ക് നമ്മളോട് തന്നെയുള്ള റിലേഷൻഷിപ്പ്, ഞാനെന്ന വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ഞാനായിരുന്ന ചുറ്റുപാടുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഈ 3 നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു നല്ലൊരു ലൈഫിലോട്ട് പോകാൻ പറ്റും. ആബ്സല്യൂട്ട്ലി. അത് വളരെ നന്നായിട്ട് ചുരുക്കിയത് പറഞ്ഞു. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതിന് 3നും സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള നല്ല സ്റ്റഡീസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് വെരി സിമ്പിൾ. നമ്മളിത് മനസ്സിലാക്കി നമ്മളൊരു ഹോളിസ്റ്റിക് ലൈഫ്, ഒരു മുഴുപ്പുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു ജീവിതശൈലിയിലേക്ക് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം നമ്മുടെ റിലേഷൻഷിപ്പിലും ബന്ധങ്ങളിലും. യെസ്. ഡോക്ടർ, ഇന്ന് നമ്മൾ സംസാരിച്ചത് നമ്മുടെ കുട്ടികളൊക്കെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ പഠനത്തിൻ്റെ ആവശ്യത്തിനും കുട്ടികളുടേതായ ജീവിത രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഒരു വീട്ടിൽ അനുഭവപ്പെടുന്ന ഒരു എംപ്റ്റിനെസ് ഫീലിംഗ് ഉണ്ട്. ഈ ഒരു ഫീലിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അതുവഴി എന്തൊക്കെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും കുടുംബത്തിൽ ഒത്തിരി വിള്ളലുകൾ സംഭവിക്കാം. ആ വിള്ളലുകൾ എങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളൊരു വിഷയമാണ്. വളരെ വേറിട്ടൊരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടതും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളൊരു വിഷയമാണ്. ഇത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിനും പങ്കുവച്ചതിനും ഡോക്ടർക്ക് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു ഡോക്ടർ.